പ്രഗ്നൻസിയിൽ ചിലർക്ക് ചിലപ്പോൾ അങ്ങനെ മോർണിംഗ് സിക്നസ് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ കാണിക്കാം. രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരു നൗസിയ, വോമിറ്റിംഗ് അങ്ങനത്തെയൊക്കെ ഒരു ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നത് കാണാം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒന്നെങ്കിൽ പ്ലെയിൻ മാരി ബിസ്ക്കറ്റോ അല്ലെങ്കിൽ റസ്ക്, പ്ലെയിൻ ടോസ്റ്റ് അങ്ങനത്തെ എന്തെങ്കിലും ഒരു 2-3 പീസ് കഴിക്കുക. അതിൻ്റെ കൂടെ വെള്ളം കഴിച്ചിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് കൂടി ഒന്ന് കിടന്ന് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ എണീറ്റ് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ ബ്രഷിങ്ങും ബാക്കി റുട്ടീനിലേക്ക് ഒന്ന് കിടക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ അത് മോർണിംഗ് സിക്നസ് ഉള്ളവർക്ക് അതൊന്ന് ഹെൽപ്ഫുള്ളായിട്ട് കാണാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഒത്തിരി ഓയിലി സ്പൈസി ഫുഡ് കഴിക്കുമ്പോൾ നൗസിയ കൂട്ടാം. അപ്പോൾ മസാല കാര്യങ്ങൾ അധികം ഉണ്ടെങ്കിലും നമുക്കൊരു ഗ്യാസ്ട്രിക് ഇഷ്യൂസ് കാര്യങ്ങൾ തോന്നിക്കാനും വോമിറ്റിംഗ് കാര്യങ്ങൾ കൂട്ടാനായിട്ട് പ്രയാസം ഉണ്ടാക്കും. അപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണത്തിൻ്റെ സ്ട്രോങ് സ്മെല്ലായിരിക്കാം. അപ്പം മസാലകളുടെ കാര്യത്തിലൊരു മിതത്വം പാലിക്കുന്നതും അതേപോലെ ഇപ്പോൾ മസാല സീസൺ ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ നമ്മൾ താളിപ്പിടുന്ന നേരത്ത് വേണമെങ്കിൽ ഒന്ന് മാറി നിന്നിട്ട് വേറെ ഒരാൾ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ ആ സ്മെല്ലിൻ്റെ രൂക്ഷത കൊണ്ടുള്ള വോമിറ്റിംഗ് കാര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഓയിലി ഫുഡ് പ്രത്യേകിച്ചും വേറൊരു ഘടകമാണ്. ഇപ്പോൾ ചിലർ ഇപ്പോൾ 4 മണിക്ക് ഇപ്പോൾ ഒരു വടയോ അല്ലെങ്കിൽ പഴംപൊരി അങ്ങനെ പോലെയുള്ള വറുത്ത സാധനങ്ങൾ കഴിക്കുമ്പോൾ അതിന് ശേഷം പിന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ പറയാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒത്തിരി സിവിയർ നൗസിയ കാര്യങ്ങളുണ്ടെങ്കിൽ വറപൊരി സാധനങ്ങളെല്ലാം ഒഴിവാക്കുക. എണ്ണയുടെ ഉപയോഗവും മിതപ്പെടുത്തുന്നത് തന്നെയാണ് പ്രഗ്നൻസിയിൽ നല്ലത്. അപ്പോൾ 2 കാര്യത്തിൽ, ഒന്ന് നൗസിയ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ അമിതവണ്ണം പ്രഗ്നൻസിയിൽ അമിതമായിട്ടുള്ള വെയിറ്റ് ഗെയിൻ ആവശ്യമില്ല. അപ്പോൾ അതും ഒന്നൊരു നോർമൽ റേഞ്ചിൽ പോകണമെങ്കിൽ നിങ്ങളുടെ എനർജിക്ക് വേണ്ട അളവിലുള്ള എണ്ണ, അപ്പോൾ അത് 3-4 ടീസ്പൂൺ എണ്ണ ഒരു ദിവസം പാചകത്തിന് വേണ്ടു. കടുക് വറുക്കാനും അതേപോലെ തന്നെ എന്തെങ്കിലും ഗ്രില്ല് ചെയ്യാനൊക്കെയുള്ള ആവശ്യത്തിന് അത് നമുക്ക് തികയും. വറപൊരി കാര്യങ്ങളൊന്ന് ഒഴിവാക്കിയാൽ മാത്രം മതി. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ടിപ്സ് നമുക്കത് നമ്മുടെ നൗസിയനെ ഒന്ന് കൺട്രോൾ ചെയ്യാനും വോമിറ്റിങ്ങിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.